തിരുനെല്ലിയിലും മാനന്തവാടിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുബഷീർ പി അക്ബറും സിനോജ് തോമസും നമ്മോടൊപ്പം എത്തുന്നുണ്ട്. സിനോജ്, ആ, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആനയെ വെടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണല്ലോ ഇപ്പോൾ DFO പറയുന്നത്. ട്രീ ഹട്ടിൽ ചെന്ന് അവിടെ നിന്ന് വെടിവെക്കാനുള്ള, അല്ലെങ്കിൽ അത് ചേസ് ചെയ്താൽ ഇത് മോഴയാനയാണ്, തിരിച്ചും ചേസ് ചെയ്യും എന്നുള്ളത് വനം വകുപ്പിന് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ആനയെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? നികേഷ് കുമാർ, അതായത് മോഴയാനയാണ്, അതിശക്തനായ ആനയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. അജീഷിനെ ആക്രമിക്കുന്ന സമയത്ത് ആന 10ഓളം വരുന്ന സ്റ്റെപ്പ് അതിവേഗം കയറി വന്ന് ആക്രമിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ രീതിയിൽ തന്നെ ഇന്നലെ വനപാലകരെ കൂടി ആക്രമിക്കാൻ വേണ്ടി ആന ശ്രമിച്ചതാണ് DFO പറഞ്ഞിരിക്കുന്നത്. അതായത് കുങ്കി ആനകൾ ഉപയോഗിച്ച് ഈ മോഴയാനനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് കുങ്കി ആനകൾക്ക് നേരെ ഈ മോഴയാന പാഞ്ഞു വന്നു. അങ്ങനെയാണ് ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, രാവിലെ തന്നെ വനം വകുപ്പിന്റെ വിവിധ ടീമുകൾ വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ബാവലി ഭാഗത്തു നിന്നാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മണ്ണുണ്ടി കോളനി ഭാഗത്താണ്. ഈ കോളനി എന്ന് പറയുന്നത് 3 ഭാഗവും കാടാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഇതിന്റെ ചുറ്റുപാടും അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ വനപാലകരും വാച്ചർമാരും കാവൽ നിൽപ്പുണ്ട്. ഇതിന്റെ അകത്ത് ഏകദേശം ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ അകലെ വനത്തിന്റെ അകത്ത് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ആണ് ഈ ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്തേക്കാണ് വനം വകുപ്പിന്റെ വിവിധ ടീമുകൾ കയറി പോയിരിക്കുന്നത്. കുങ്കി ആനകളെയും അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കുങ്കി ആനകൾ ഉപയോഗിച്ച് നേരിട്ട് ഈ ആനനെ ട്രേസ് ചെയ്യത്തില്ല. കാരണം ഇന്നലെ തിരിഞ്ഞൊരു ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഏറുമാടങ്ങൾ കെട്ടി ഏറുമാടത്തിന്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടായിരിക്കും വനപാലകർ ഈ ആനയെ നിരീക്ഷിക്കുക. ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് എത്തിയ ശേഷം മാത്രമേ ഈ ആനയെ മയക്കിവെടി വെക്കുകയുള്ളൂ. ഈ ഭാഗത്തൊക്കെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറുമാടങ്ങൾ ധാരാളം ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏറുമാടങ്ങൾ ഈ ആനയുടെ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിർമ്മിച്ച് അതിന് മുകളിൽ വനപാലകരും വാച്ചർമാരും കയറിയിരുന്ന് ആനയുടെ നീക്കം ശ്രദ്ധിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആനയുടെ നീക്കം ശ്രദ്ധിച്ച് ആന എങ്ങോട്ട് പോകുന്നതാക്കി വ്യക്തമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി നൽകുകയാണ് ഒരു രീതി വനംവകുപ്പ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം വനത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഈ ആനയെ കുങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൽഫന്റ് ആംബുലൻസിലേക്ക് സുരക്ഷിതമായി കയറ്റി മുത്തങ്ങ ആനപ്പന്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് മാത്രമേ വെടിവെക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ മുബഷീർ പി അക്ബർ കൂടി ചേരുന്നു. മുബഷീർ, ഒന്ന്, ഈ മോഴയാന ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത കാണുന്നു. ഇനി മയക്കുവെടി വെച്ചാൽ ഏതാനയും സ്വാഭാവികമായും വെപ്രാളപ്പെട്ട് ഓടും. അങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുമ്പോൾ അത് ജനവാസ മേഖലയിൽ എത്തുമോ എന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല, അതിൻ്റെ 1, 2, 3 ഘട്ടങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. DFO എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്? നികേഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ ഒരു ആക്രമണം നടത്തിയ വേലൂർ മാഗ്ന എന്ന കാട്ടാനയെ ട്രേസ് ചെയ്യാൻ സാധിച്ചു, ട്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്ന ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വനം വകുപ്പ് അധികൃതർ നടത്തുന്നു എന്നുള്ളതാണ്. വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവൽ അല്പസമയം മുമ്പാണ് ഈ ഒരു വിഷയത്തിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബാവലി ഭാഗത്തു നിന്നും മാറി നേരത്തെ സിനോജ് തോമസ് പറഞ്ഞ മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനമേഖലയിൽ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിലാണ് ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബാവലി ഭാഗത്തു നിന്നും 4 കുങ്കിയാനകളെ, മുത്തങ്ങയിൽ നിന്ന് എത്തിച്ച 4 കുങ്കിയാനകളെ ഉൾവനത്തിലൂടെ, കാണുന്ന ഉൾവനത്തിലൂടെ 18 അംഗ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം. മുബഷീർ, എനിക്ക് വ്യക്തമാണ്, ദൃശ്യങ്ങൾ തന്നെ കാണേണ്ടതുണ്ട്. മുബഷീർ വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ ആവശ്യമുള്ള ദൃശ്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.